ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഹലോ, നീ ഇതെവിടെയാടാ? ഞാൻ എന്റെ ഋതുമോളുടെ അടുത്ത്. നീ നിന്റെ ഋതുമോളുടെ അടുത്തോ? ഈ ദീപക് അവിടെ പ്രേതത്തെ യക്ഷിയോ കണ്ടെന്ന് പറയുന്നു. പ്രേതോ? ഇക്കാലത്ത് യക്ഷിയും പ്രേതവും ഒക്കെ ഉണ്ടോ? അല്ല, ആരാ പ്രേതത്തെ കണ്ടത്? ഞാനാ. എന്നാ ദീപക് സാറിനെ ഡോക്ടറെ കാണിക്കുന്നത് നല്ലതാ. താൻ പ്രേതം ഉണ്ടോ നോക്കണം. യക്ഷിയും പ്രേതമൊക്കെ ഗേറ്റിന് പുറത്തു പോകണം, അല്ലെങ്കിൽ മന്ത്രവാദിയെ വിളിക്കും. ആരാ അവിടെ? പെട്ടു വന്നേ. ഞങ്ങളാ ചെറിയച്ച. നിങ്ങളോ? നിങ്ങളെന്താ ഇവിടെ? വെറുതെ. രാജു യാത്ര പറഞ്ഞു പോയതല്ലേ? ഞാൻ പോയതാ, പിന്നെയും വന്നു. ഏത് വഴി വന്നു? ഞാൻ കണ്ടില്ലല്ലോ. ഋതുവിനും മഞ്ഞ് കൊള്ളണമെന്ന് പറഞ്ഞു, അങ്ങനെ വന്നതാ. നാണക്കേട്. നീ വാട ഇങ്ങോട്ട്. മോളിനി അമ്മമ്മയുടെ മുറിയിലേക്കൊന്നും പോണ്ട, ഇവിടെ കിടന്നാ മതി. എന്തിനാ നാണിക്കുന്നേ? നിങ്ങള് ഭാര്യ ഭർത്താക്കന്മാരല്ലേ? അതല്ല, മഞ്ഞ് കൊള്ളണമെങ്കിൽ അതൊന്ന് പറഞ്ഞിട്ട് പോണ്ടേ? പാതിരാത്രിക്ക് ആ ദീപക് എഴുന്നേറ്റ് വരുമെന്നു ആരെങ്കിലും കരുതിയോ? അല്ല, അവൻ എന്തിനാ ആ നേരത്ത് മുറ്റത്ത് വന്നേ? അവൻ മൂത്രമൊഴിക്കാൻ വന്നായിരിക്കും. അശ്ശേ, എല്ലാ മുറികൾക്കും ബാത്റൂമും ഗസ്റ്റ് റൂമുകൾക്ക് അഡീഷണൽ ബാത്റൂമും ഉള്ളപ്പോഴാ അവൻ മുറ്റം വൃത്തികേടാക്കുന്നത്. അവൻ ജന്മനാ വൃത്തികെട്ടവനല്ലേ, കച്ചറ. ആ ശരി ശരി, നേരെ ഒരുപാട് വൈകി, നിങ്ങൾ കിടന്നോ. വല്ലാണ്ടങ്ങ് നാണം കെട്ടുപോയി. രാജന്റെ മുഖം ഒന്ന് കാണണായിരുന്നു. മഞ്ഞ് കൊള്ളാൻ പോയ ഈ കഥ ജീവിതം മുഴുവൻ ഓർക്കും. എന്തായാലും ഇപ്പോഴാ ഭയങ്കരമായിട്ട് തണുക്കുന്ന. എനിക്ക് ബെഡ് കാഫി കുടിക്കുന്ന ശീലം പണ്ടില്ലായിരുന്നു. പിന്നെ ബെഡ് കോഫിക്ക് പകരം തേനായിരുന്നു കുടിച്ചിരുന്നത്? അതൊന്നും അല്ലച്ചാ. വെളുപ്പിന് 4 മണിക്ക് 2 കുറ്റി പുട്ടും മുട്ടക്കറിയും 2 പപ്പടവും കൂട്ടി ഒരു പിടി പിടിക്കും. നേരം പരപരാപെടുത്തതേ ഉള്ളൂ, തള്ളു തുടങ്ങി. രാജുവിനെ കണ്ടായിരുന്നോ അമ്മേ? ഇല്ല. പിന്നെ അവനിത് എവിടെ പോയി? അവൻ വല്ല നടക്കാനോ മറ്റോ പോയിട്ടുണ്ടാവൂടി. നടക്കാൻ പോകുന്ന ശീലം ഇപ്പൊ അവനില്ല. വൈകിട്ട് ചിലപ്പോ ജിമ്മിൽ പോവും. അല്ല, ഭാര്യയെ കൊണ്ടുവന്ന് വീട്ടിലാക്കിയിട്ട് വെളുപ്പാങ്കാലത്ത് മുറിയിലില്ലെങ്കിൽ അതിനെ കുറിച്ച് അന്വേഷിക്കേണ്ടതാണ്. നിങ്ങളെന്താ പറഞ്ഞു വരുന്നത്? മനസ്സിലായില്ല. അല്ല, പിള്ളേര് വഴിതെറ്റി പോകുമ്പോ അവരെ കൺട്രോൾ ചെയ്യേണ്ടത് രക്ഷകർത്താക്കളാണ്. അമ്മ പറയുന്നതിൽ എന്തോ ദുരുദ്ദേശം ഉണ്ടല്ലോ, അതെന്താണെന്നൊന്ന് പറയൂ. അല്ല,
പിള്ളേരല്ലേ, എന്തായാലും ഭാര്യ ഇവിടെ ഇല്ല. എന്നാ ആ പഴയ രമ്യയുടെ അടുത്തോട്ടൊന്ന് പോയാലോ എന്ന് അവൻ വിചാരിച്ച അതിൽ തെറ്റു പറയാനില്ല. ദേ അനാവശ്യം പറഞ്ഞാലുണ്ടല്ലോ. ഈ പേട്ടുതള്ളയുടെ നാക്കിന്ന് എന്തെങ്കിലും കേട്ടാലുണ്ടല്ലോ. അല്ല, നിങ്ങളെല്ലാരും കൂടെ ചൂടാവുന്ന എന്തിന്? ഇതൊക്കെ ഈ നാട്ടില് സർവ്വസാധാരണമല്ലേ? ചെറുപ്പക്കാരായ എങ്ങനെയൊക്കെയാ? എടേ, ഇവര് ഈ വീട്ടിലൊരു അലങ്കോലത്തിനുള്ള തിരികൊളുത്തുക. പെൺപിള്ളാരെ കണ്ട തല ഉനിച്ച് നടക്കുന്ന രാജുവിനെ പറ്റി ഇവര് പറഞ്ഞത് കേട്ടില്ലേ? വന്ന് വന്ന് ഇവരിപ്പോ ഒരു മഹാശല്യമായിട്ട് മാറുക വേണുവേട്ടാ. എന്ത് ചെയ്യാം, അനുഭവിച്ചല്ലേ പറ്റൂ. എടേ, നീ പോയി രാജുവിനെ വിളിച്ചേ. അവൻ രാവിലെ വല്ല അത്യാവശ്യത്തിന് പോയതായിരിക്കും. ശരി അച്ഛാ. തള്ളെ, ഇനിയെങ്കിലും നാവടക്കി ഇവിടെ നിന്നില്ലെങ്കിൽ പിടിച്ച് ചാക്കി കെട്ടി കൊടുവനത്തി കൊണ്ടുപോയി തള്ളി ഞാൻ. ഓ പിന്നെ അങ്ങനെ കാട് കണ്ടാലൊന്നും പേടിക്കുന്നവളല്ല കൊച്ചമ്മണി. ഹലോ, നീ ഇതെവിടെയാടാ? ഞാൻ എന്റെ ഋതുമോളുടെ അടുത്ത്. നീ നിന്റെ ഋതുമോളുടെ അടുത്തോ? അപ്പൊ ഇന്നലെ രാത്രി ഇവിടെ ഉറങ്ങാൻ കിടന്ന നീ ഞങ്ങളെയൊക്കെ പറ്റിച്ച് രാത്രി ഒരു കള്ളനെ പോലെ ഋതുമോളെ തിരക്കി പോയല്ലേ? വീടിന്റെ മുൻവാതില് തുറന്നിട്ടേച്ചാ നീ പോയത്. ഇതിനകത്ത് കള്ളം കയറിയിരുന്നെങ്കിലോ? എന്തെങ്കിലും കട്ടോണ്ട് പോയിരുന്നെങ്കിലോ? കക്കാൻ രണ്ട് കൂട്ടാൻ ചട്ടിയല്ലാതെ വേറെ എന്തോന്ന് ഇവിടെ ഇരിക്കുന്നത്? അവൻ ഋതുമോളുടെ അടുത്തുണ്ട്. രാമാൻ അവൻ ചൂട്ടും കെട്ടി സംബന്ധം വീട്ടിൽ പോയി. അവൻ ഓട്ടം തുള്ളലുകാരനെ കറക്കിയെടുക്കാനൊന്നും അല്ലല്ലോ പോയത്, അവന്റെ ഭാര്യ വീട്ടിലേക്കല്ലേ? മത്തം കുത്തിയ കുമ്പളം മുളയ്ക്കോ? അവൻ ആരുടെയാ മോൻ? ഭാര്യയെ പിരിഞ്ഞിരിക്കാൻ പറ്റൂ? അച്ഛന്റെ അല്ലേ മോൻ? ഋതു എഴുന്നേക്ക്.